നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃസമ്മേളനം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2020 കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലെ കുടുംബ സംഗമങ്ങൾക്ക് തുടക്കമായി. SC/ST വിഭാഗങ്ങളിൽ വായന ശീലമാക്കാൻ അക്ഷരോന്നതി. പൊലിമ പുതുക്കാട് 7ാം ഘട്ടം വിളവെടുപ്പ് ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റി നേതൃസമ്മേളനം നടത്തി. വാർഡ് പ്രസിഡന്റുമാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ, പ്രധാന നേതാക്കൾ, പോഷക സംഘടനാ പ്രവർത്തകർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ VO പൈലപ്പൻ, സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, വിനയൻ തോട്ടാപ്പള്ളി, പ്രനില ഗിരീശൻ, PK അരുൺ, ബൈജു അറയ്ക്കൽ, VR രഞ്ജിത്ത്, ജോയ് ചെമ്പകശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ വിജി ഡേവി സ്വാഗതവും ജോസ് കോച്ചക്കാടൻ നന്ദിയും പറഞ്ഞു. പുതിയ വാർഡ് പ്രസിഡന്റുമാർ, പുതിയ മണ്ഡലം ഭാരവാഹികൾ, ടോൾ പിരിവ് നിർത്തലാക്കുന്നതിന് ഹർജി സമർപ്പിച്ച TG അജോ എന്നിവർക്ക് സനീഷ് കുമാർ ജോസഫ് MLA സ്വീകരണം നൽകി. അഴിമതി കഥകൾ അത് തുറന്നു കാണിക്കാൻ താഴെത്തട്ടിൽ നമുക്ക് സാധിച്ചെന്ന ഏറ്റവും അവരുടെ കാരണം. സ്വാഭാവികമായി നമ്മളൊക്കെ തന്നെ 5 വർഷക്കാലം പിണറായി ഭരിക്കുമ്പോൾ, 5 വർഷക്കാലം CPM ഭരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വലിയ സാഹസമില്ലാതെ തന്നെ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് നമ്മളൊക്കെ തന്നെ സ്വാഭാവിക കോൺഗ്രസ് ഭരണം വരും, UDF ഭരണം വരുന്ന ആലസ്യം നമുക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആലസ്യത്തിലിരുന്നാൽ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായി തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. കൊടകര ഗ്രാമപഞ്ചായത്തിലെ ടോയ്ലറ്റുകൾ നവീകരിക്കുക, ഹൈമാസ്റ്റ് ലൈറ്റുകൾ, വഴിവിളക്കുകൾ എന്നിവ ഉടൻ കത്തിക്കുക, കൊടകരയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് യാത്രക്കാർക്ക് തുറന്നു കൊടുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2020 കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കോർഡിനേറ്റർ സെബിൻ മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗം നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PD വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജോർജ് മാർട്ടിൻ, ആൻറ്റോ AP, വർഗീസ് PD, വർഗീസ് മാത്യു, ജോണി അങ്കമാലി, ലീന ജോൺ, മേഴ്സി എന്നിവർ പ്രസംഗിച്ചു. പോലും നനയുന്ന രീതിയിലാണ്, എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല? അപ്പൊ ഇതിന്റെ പിന്നീടുള്ളൊക്കെ ആവശ്യം അതാ നിർമ്മിച്ചു, അതിന്റെ ഒരു ഫണ്ട് ചെലവാക്കി നിർമ്മാണ പ്രവർത്തികൾ നടത്തിയാലേ അഴിമതി നടത്താൻ പറ്റൂ, ഇതിനകത്ത് അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. ഇതാണ് എല്ലാ സ്ഥലങ്ങളും നടത്തുന്നത്. ഇതിനൊരു അറുതി വരുത്തണം. കേരള കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലെ കുടുംബ സംഗമങ്ങൾക്ക് തുടക്കം കുറിച്ചു. കുടുംബ സംഗമങ്ങളുടെ നിയോജക മണ്ഡലതല ഉദ്ഘാടനം ആളൂരിൽ ജോബി കുറ്റിക്കാടന്റെ വസതിയിൽ നടത്തിയത്. കുടുംബ സംഗമങ്ങളുടെ നിയോജക മണ്ഡലതല ഉദ്ഘാടനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ നിർവഹിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്ക് പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കുക എന്നിവയാണ് കുടുംബ സംഗമങ്ങളുടെ ഉദ്ദേശ്യമെന്ന് പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. 100 കുടുംബ യോഗങ്ങൾ ചേരുക എന്നുള്ളത്. കേരള കോൺഗ്രസ് പാർട്ടി ഇതിന് ഒട്ടനവധിയായ പരിപാടികൾ നടത്തിയതിനു ശേഷമാണ് കുടുംബയോഗത്തിലേക്ക് കടന്നത്. പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് പാർട്ടിയുടെ ബഹുമാനീയനായ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറ് വന്ന് ഉദ്ഘാടനം ചെയ്ത ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലെ ക്യാമ്പ്, യൂണിയൻ ക്യാമ്പ്, ആ ക്യാമ്പിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരുകയും ആ ക്യാമ്പിൽ വെച്ച് എടുത്ത തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ടുള്ള യാത്ര ഓരോന്നോരായി നമ്മൾ നടത്തുകയും ആ ക്യാമ്പും
തുടർന്ന് നടത്തപ്പെട്ട മണ്ഡലം സമ്മേളനങ്ങളും ഒക്കെ തന്നെ വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഈ 100 കുടുംബയോഗങ്ങളിലേക്ക് കടന്നത്. 100 ആളൂർ മണ്ഡലം പ്രസിഡന്റ് നൈജു ജോസഫ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് ആമുഖ പ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, ഭാരവാഹികളായ സേതുമാധവൻ പറയമ്പളപ്പിൽ, ജോബി മംഗലൻ, ജോജോ മാടവന, ജോസ് അരിക്കാട്ട്, ജോർജ് കുറ്റിക്കാടൻ, തോമസ് തോട്ടിയാൻ, പിയൂസ് കെപി, ബാബു വർഗീസ്, റാൻസി സണ്ണി, ഷീല ഡേവിഡ്, തോമസ് തുളുവത്ത്, നെൽസൺ മാവേലി, ജിബിൻ തോട്ടിയാൻ, ജോഷി ചക്കാലയ്ക്കൽ, ജേക്കബ് ചാവേരി, ജോർജ് മംഗലൻ, പോളി കുറ്റിക്കാടൻ, ജോഷി തോമസ്, ജോണി കുറ്റിക്കാടൻ, ജോബി കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. ഒക്ടോബർ 12-നാണ് കുടുംബസംഗമങ്ങൾ അവസാനിക്കുക. സമാപന കുടുംബസംഗമം കാട്ടൂരിൽ അഷ്റഫ് വാര്യത്താഴത്തിൻ്റെ വസതിയിൽ നടക്കും. SC/ST വിഭാഗങ്ങളിൽ വായനശീലമാക്കാൻ അക്ഷരോന്നതി. ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ വായന സംസ്കാരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അക്ഷരോന്നതി പദ്ധതി നടപ്പിലാക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്കായി ഉന്നതികളിലും പഠനമുറികളിലും ഹോസ്റ്റലുകളിലും വായനാ സൗകര്യങ്ങളുടെയും പുസ്തകങ്ങളുടെയും ലഭ്യത കുറവ് പരിഹരിക്കുന്നതിനും വായനശീലം വളർത്തുന്നതിനുമാണ് അക്ഷരോന്നതി സംഘടിപ്പിക്കുന്നത്. കുട്ടികൾക്ക് നിലവാരമുള്ള പുസ്തകങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുക, ജനങ്ങളിൽ പുസ്തകാസ്വാദനം പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും ലൈബ്രറികൾ കേന്ദ്രീകരിച്ചും പ്രാദേശികതല കൂട്ടായ്മകളിലൂടെയും പുസ്തകങ്ങൾ ശേഖരിക്കുകയും പുസ്തകങ്ങളുടെ നിലവാരം ഉറപ്പാക്കി SC/ST ഉന്നതികളിൽ ഉള്ള ലൈബ്രറികൾ, പഠനമുറികൾ, ഹോസ്റ്റലുകൾ, പകൽ വീടുകൾ, സ്കൂളുകൾ, പഞ്ചായത്ത് ബ്ലോക്ക് ലൈബ്രറികൾ എന്നിവിടങ്ങളിലേക്ക് വിതരണം ചെയ്ത് പ്രാദേശിക തലത്തിൽ വായനയ്ക്ക് സൗകര്യം ഒരുക്കുകയുമാണ് ഈ പദ്ധതിയിലൂടെ. കളക്ട്രേറ്റ് VC ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് T മുരളി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ D സാജു, RGSA ജില്ലാ പ്രോജക്ട് മാനേജർ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എക്സ്പെർട്ട്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് പ്രതിനിധികൾ, ഗ്രന്ഥശാല കൗൺസിൽ പ്രതിനിധികൾ, NSS പ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊലിമ പുതുക്കാട് 7ാം ഘട്ടം വിളവെടുപ്പ് ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ ചിറ്റിശ്ശേരിയിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റനീഷ്, കല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷൈജു, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണപുരത്തുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതി റിമാൻഡിലേക്ക്. തീരദേശത്ത് അടുത്ത ദിവസങ്ങളിൽ നടന്ന ക്ഷേത്ര ഭണ്ഡാര മോഷണ കേസുകളിലെ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ 21 വയസ്സുള്ള ഷിൻഡോയെയാണ് ശനിയാഴ്ച പുലർച്ചെ ചാലക്കുടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കയ്യിൽ നിന്ന് 7430 രൂപ പോലീസ് പിടിച്ചെടുത്തു. കഴിഞ്ഞ ഓഗസ്റ്റ് 10 രാത്രിയിൽ ശ്രീനാരായണപുരത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് 7500 രൂപ മോഷ്ടിച്ച സംഭവത്തിൽ ക്ഷേത്ര ജീവനക്കാരനായ രമേഷ് ബാബു നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. അന്നേ ദിവസം കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ്റെ അഞ്ചാമ്പരത്തി ഉമാമഹേശ്വരി ക്ഷേത്രത്തിലും കരിനാട്ട് കുടുംബക്ഷേത്രത്തിലും ഇയാൾ മോഷണശ്രമം നടത്തിയിരുന്നു. അങ്കമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കറുകുറ്റിയിലെ ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് 5000 രൂപ മോഷ്ടിച്ചതും, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെട്ടുകടവിലുള്ള കപ്പേളയുടെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതും, കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വഴിയമ്പലത്തുള്ള കപ്പേളയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതും ഇയാളാണെന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. ശ്രീനാരായണപുരം ക്ഷേത്ര പരിസരത്തു നിന്ന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അറസ്റ്റ്. മതിലകം പോലീസ് സ്റ്റേഷൻ SHO MK ഷാജി, SI മാരായ അശ്വിൻ റോയ്, TN പ്രദീപൻ, GASI പ്രജീഷ്, CPO മാരായ പ്രബിൻ, സതീഷ്, സനീഷ്, വിഷ്ണു എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. അന്തരിച്ച യുവമാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂർ അനുസ്മരണത്തിൻ്റെ ഭാഗമായി ചാലക്കുടി പ്രസ് ഫോറം, നിർമ്മല കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്നിവയുടെ സഹകരണത്തോടെ മധു സ്മൃതി സംഘടിപ്പിച്ചു. അന്തരിച്ച യുവമാധ്യമ പ്രവർത്തകൻ മധു സാമ്പാളൂരിന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് നടത്തിയ മാധ്യമ സെമിനാർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി പ്രസ് ഫോറം, നിർമ്മല കോളേജ് ആർട്സ് സയൻസ് എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ മധുസ്മൃതിയുടെ ഭാഗമായുള്ള മാധ്യമ സെമിനാർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തന രംഗത്ത് 4 പതിറ്റാണ്ടിലധികമായി നടത്തുന്ന പ്രവർത്തനങ്ങളെ മാനിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ദീപികയുടെ റിപ്പോർട്ടറുമായ CK പോളിനെ കളക്ടർ ആദരിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു.
മുൻ പ്രസിഡന്റ് KN വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി. നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജു ഔസേബ്, പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ, പഞ്ചായത്ത് അംഗം PR ബിബിൻ രാജ്, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, വിൽസൺ മേച്ചേരി, RJ TR ശരത് എന്നിവർ പ്രസംഗിച്ചു. രക്ഷാധികാരി അഡ്വക്കേറ്റ് NR സരിത, ട്രഷറർ റോസ്മോൾ ഡോണി, മുൻ പ്രസിഡന്റ് ഷാലി മുരുങ്ങൂർ എന്നിവർ നേതൃത്വം നൽകി. എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ ഒരാളെ ഓർക്കാമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു സെമിനാറും ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള ഒരു സെമിനാറും എന്തൊക്കെയാണ് ഇതിൽ സ്കോപ്പായിട്ടുള്ളത്, എന്തൊക്കെയാണ് നമുക്കതിൽ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും എനിക്കൊന്ന് മീഡിയ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷർ നൽകിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഏറ്റവും നല്ല ഒരു ഉദ്യമമായിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത്. എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷം. കാരണം നമ്മുടെ ചാലക്കുടി പ്രസ് ഫോറം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാധ്യമ പ്രവർത്തകർ ചേർന്നിട്ടുള്ള ഒരു ഫോറമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജില്ലാ ഭരണകൂടം ചാലക്കുടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ വരെയും അപ്പോൾ അത് പ്രത്യേകിച്ച് മാധ്യമങ്ങളുമായിട്ട് ഒരുപാട് ചേർന്നിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഇപ്പോൾ റീസെൻ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് തൊഴിൽ പരിശീലന പരിപാടികളിൽ എന്നും മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇമോസ് ആഗസ്റ്റ് 28-ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി ഏകദിന പരിശീലനം നടത്തുന്നു. വിദ്യാർത്ഥിനികൾ, സ്വയം തൊഴിൽ സംരംഭകർ, വ്യവസായികൾ, പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ താൽപ്പര്യമുള്ളവർ തുടങ്ങി 10 വയസ്സ് മുതൽ ഏവർക്കും ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാം. മാർക്കറ്റിംഗ്, ലേബലുകൾ, ബ്രോഷറുകൾ, സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ഏതു ഭാഷയിലും AI ഉപയോഗിച്ച് അതീവ ആകർഷകമാക്കി വസ്തുക്കൾ വിറ്റഴിക്കുവാൻ സാധിക്കും. പരിശീലന ഫീസ് 600 രൂപ മാത്രം. സർട്ടിഫിക്കറ്റ് കോഴ്സ് പങ്കെടുക്കുന്നവർക്ക് ഗുരുവായൂർ സായ് സഞ്ജീവിനി ട്രസ്റ്റിൻ്റെ മകൾക്ക് ഒരു മരം പദ്ധതിയുടെ ഭാഗമായി ഒരു ചന്ദനമരത്തൈ സൗജന്യമായി നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക. ഇമോസ്, ഉണ്ണി ആർക്കേഡ്, പാടൂക്കാട്, വിയ്യൂർ, തൃശ്ശൂർ. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9349495400. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9315 രൂപ, പവന് 74,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃസമ്മേളനം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2020 കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലെ കുടുംബ സംഗമങ്ങൾക്ക് തുടക്കമായി. SC/ST വിഭാഗങ്ങളിൽ വായന ശീലമാക്കാൻ അക്ഷരോന്നതി. പൊലിമ പുതുക്കാട് 7ാം ഘട്ടം വിളവെടുപ്പ് ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.